ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കുറച്ച് വെയിൽ കാണാനുണ്ട്. മഴയൊക്കെ ഒന്ന് ഒഴിഞ്ഞ് നിന്നപ്പോൾ ഞാൻ ചവിട്ടികളൊക്കെ ഒന്ന് എടുത്ത് ഉണക്കാനിടുകയാണ്. നമ്മുടെ സിറ്റ് ഔട്ടൊക്കെ ആകെ മൂടി പൊതിച്ച് കിടക്കുകയാണ്. കാരണം രാത്രി മഴയത്ത് പൂച്ചകളൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ എല്ലാതും സെറ്റി ആയാലും കസേരകളായാലും ഒക്കെ നല്ലോണം മൂടിയിട്ടിട്ടാണ് രാത്രി ഉറങ്ങാൻ കിടക്കുന്നത്. അപ്പോൾ രാവിലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം ചേട്ടൻ ഓഫീസിലും പോയതിന് ശേഷം ഇതൊക്കെ തട്ടിക്കുടഞ്ഞ് സിറ്റ് ഔട്ട് ഒരുക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ജോലി. കാരണം എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള, ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള വന്നിരിക്കാനായാലും വർത്തമാനം പറഞ്ഞിരിക്കാനായാലും ഒക്കെ ഇഷ്ടമുള്ള സ്ഥലമാണ് വീടിൻ്റെ സിറ്റ് ഔട്ട്. എന്തുകൊണ്ടോ ഒരു വല്ലാത്തൊരു വൈബാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ. അപ്പോൾ അത് നല്ലോണം ഒരുക്കി വയ്ക്കുക എന്നുള്ളത് എൻ്റെ എല്ലാ ദിവസത്തെയും ആദ്യത്തെ ജോലിയാണ്. അപ്പോൾ പുറത്ത് സെറ്റി ഇട്ടത് കൊണ്ട് തന്നെ നല്ലോണം പൊടി കയറും, എല്ലാ ദിവസവും തട്ടിക്കുടയണം. അങ്ങനെ സെറ്റിയൊക്കെ വിരിച്ചു. അതുപോലെ ചാരു കസേരയുടെ തുണി ഞാൻ ആ ഒരു വടി ഉണ്ടല്ലോ അതിനകത്തേക്ക് വെക്കുന്നത്, അതെടുത്തിട്ട് തുണി അങ്ങ് മടക്കിയിടും. കാരണം അതിലും പൂച്ച വന്നിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റാക്കി. പിന്നെ പുറത്താണ് നമ്മുടെ പൂജാമുറി. അപ്പോൾ അതുമ്മ കുറേ, പിന്നെ മെയിൻ ഡോറുമ്മയൊക്കെ കുറേ അലങ്കാര വസ്തുക്കളുണ്ട്. അതൊക്കെ ഒന്ന് വെയിലായപ്പോൾ ഞാനൊന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. വീണ്ടും സിറ്റ് ഔട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. രാവിലെ ചേട്ടൻ വിളക്കൊക്കെ വെച്ചിട്ടാണ് പോവുക. ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് അടിച്ച് തുടച്ചിടുള്ളൂ. അത് കഴിഞ്ഞ് എല്ലാവരും പോയതിന് ശേഷമാണ് മെയിൻ ക്ലീനിങ്. അപ്പോൾ ഒരുവിധം എല്ലാം കഴിഞ്ഞു. ഇനി എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾക്ക് ചായ കുടിക്കാനായാലും അതെ, വർത്തമാനം പറഞ്ഞിരിക്കാനായാലും അതെ, വീട്ടിൽ ഗസ്റ്റ് വന്നാൽ അവർക്കായാലും അതെ, ഈ ഒരു സിറ്റ് ഔട്ടിൽ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, ഭയങ്കര ഒരു രസമാണ് അവിടെ ഇരിക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.